ഇനിയിപ്പം ഒരു വർക്കിംഗ് കമ്മിറ്റി വിളിച്ചാൽ അദ്ദേഹത്തെ വിളിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. വിളിച്ചാൽ എന്ത് നിർദ്ദേശം കൊടുക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് വരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തലമുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടില്ല. അത് മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാകിയേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ നിന്ന് ഇദ്ദേഹം ഇല്ലിപ്പോൾ. അദ്ദേഹം ഇപ്പോൾ ഇന്നിപ്പോൾ കെ മുരളീധരനാണെങ്കിൽ എല്ലാവരും പറഞ്ഞതറിയാമല്ലോ, മാനസികമായിട്ട് അദ്ദേഹം നിലമ്പൂർ അദ്ദേഹം വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരും അത് ഗൗരവത്തിലെടുത്തില്ല. നിലമ്പൂർ വിളിക്കാതെ തന്നെ അവിടെ വലിയ വിജയം കിട്ടുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾ വിലയിരുത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ പരമ്പരാഗതമായ നേതാക്കളൊക്കെ കണ്ടുകൊണ്ടാണ്. ദേശീയ തലത്തിൽ അവർ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ഒക്കെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിൽ അദ്ദേഹം സാങ്കേതികമായിട്ട് അവരുടെ MP ആയിട്ടുണ്ട് എന്നത് കവിഞ്ഞ് കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് മാനസികമായ ഒരുവിധ അടുപ്പവുമില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് അത് കാര്യമാക്കി എടുക്കാതിരിക്കുന്നത്. ശരി, നേതൃത്വം വേഗത്തിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താകും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. ശ്രീ ഷാബു പ്രസാദ്, BJPയുടെ നാവാവുകയാണ് ശശി തരൂർ. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ അന്താരാഷ്ട്ര മാധ്യമത്തിലെ അടിയന്തരാവസ്ഥയുടെ ലേഖനത്തിൽ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ BJPക്ക് പറയാനുള്ള BJPയുടെ വേർഷനും നരേഷനുമാണ് അദ്ദേഹം അങ്ങനെ അങ്ങ് എഴുതി വെച്ചത്. അപ്പോൾ തരൂരിന് മുന്നിൽ BJP വെച്ച ഓഫറുകൾ ഒന്ന് അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി, ഒപ്പം G20 ഷെർപ്പ. ആ 2 പദവികൾക്ക് വേണ്ടിയാണോ തരൂർ ഇത്രയും മികച്ച പണിയെടുക്കുന്നത്, അതോ വലിയ ഓഫറുകൾ വേറെ ഉണ്ടാകുമോ? ഒരു കാര്യമുണ്ട്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ശശി തരൂരിനെ പോലെ ഒരാള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ BJP വേണ്ടതൊന്നും പറയില്ല, സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് അതിൻ്റെതായ മാന്യമായ സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ശശി തരൂരിനെ പോലെ ഒരാൾ വരാൻ വേണ്ടി, ശശി തരൂരിനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ഒന്നും BJP ചെയ്യുമൊന്നുമില്ല. അവരുടെ ആ പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും അവരുടെ ആദർശ ബോധ്യവും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ BJP എത്ര വലിയ കൊമ്പനെയും ആ പാർട്ടിക്കകത്തേക്ക് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ശശി തരൂർ ഇല്ല എങ്കിലും, ഇപ്പോൾ ശശി തരൂർ ഇല്ലാതാണല്ലോ BJP കഴിഞ്ഞ 3 ടൈമായിട്ട് ഇവിടെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഒരു ജനകീയ ഒരാളെ പാർട്ടിയിലെടുക്കുക എന്നുള്ളതിന് 2 വശങ്ങളിലുള്ള തന്ത്രങ്ങളുണ്ടല്ലോ. ഒന്ന്, ആ പാർട്ടിയെ, ഏത് പാർട്ടിയിൽ നിന്നാണോ വരുന്നത് ആ പാർട്ടിയെ പൊളിക്കുക എന്നുള്ളതും, ഒപ്പം ഇദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ കൊടുക്കുന്നതിലൂടെയുള്ള പ്ലേസിങ്ങിലൂടെയുള്ള ഒരു നേട്ടവും. അപ്പോൾ ആ അർത്ഥത്തിലല്ലേ അതിനെ കാണേണ്ടത്? അതെ, ഞാൻ പറഞ്ഞ അതൊക്കെ ചെയ്യുമ്പോഴും, അതൊക്കെ BJP ചെയ്യും, എല്ലാ പാർട്ടികളും ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോഴും BJPയുടെ ഒരു കോർ സിസ്റ്റമുണ്ട്. ആ കോർ സിസ്റ്റത്തിന് കോട്ടം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ ആയിരിക്കില്ല അത് ചെയ്യുന്നത്.